എൻ്റെ പേര് കിരൺ. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഇപ്പം നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ നടന്നത് അവരെടുത്തതെന്ന് പറഞ്ഞാൽ 4 മാസം മുമ്പായിരുന്നു. ആ ഒരു സമയത്തൊരു ചർച്ചാ വിഷയം ഉണ്ടായിരുന്നു. ഒരു ഹിന്ദു പയ്യനും മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു എന്നുള്ളൊരു കാര്യം. ആ ഒരു പെൺകുട്ടിയുടെ നിശ്ചയം ഉറപ്പിച്ചു വെച്ച സമയത്താണ് ഈ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചത്. ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സംസാരത്തെ തുടർന്ന് ഇവരിട്ട ലൈവ് വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ചെറിയൊരു ക്ലിപ്പാണ്. അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങളെപ്പറ്റിയൊക്കെ കുറേയധികം പേര് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയുന്നുണ്ട്, ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ലേറ്റസ്റ്റായിട്ട് സംസാരിക്കാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 4 മാസത്തോളം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പെൺകുട്ടി തിരിച്ച് അവരെ വീട്ടിലേക്ക് തന്നെ വന്നേക്കുവാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം അറിയുന്നുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷം ആ ഒരു പെൺകുട്ടിയെ വീട്ടുകാർ പൂർണ്ണമായും സ്വീകരിക്കുക, അതിനുശേഷം നാട്ടിൽ നിർത്താതെ ആ ഒരു പെൺകുട്ടിയെ ദുബായിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ന്യൂസ് ആണിപ്പം സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒളിച്ചോടിയ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നിശ്ചയം ഒക്കെ നടത്താനിരുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടി പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യൻ, നിശ്ചയം ഉറപ്പിച്ച ആ ഒരു പയ്യൻ്റെ മാനസികാവസ്ഥ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെയാണ് ഇവർ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായത്. ഞങ്ങൾ ഇതിനു മുമ്പ് വീട്ടിലൊക്കെ പറഞ്ഞിരുന്നു, അവർ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നുള്ളൊരു കാര്യം. പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവർ ഒളിച്ചോടുന്നതിന് മുമ്പേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോഴേ ഒളിച്ചോടി പോയിക്കൂടായിരുന്നു. ഈ ഒരു എൻഗേജ്മെൻ്റ് ആവുന്ന ആ ഒരു സമയത്ത് തന്നെ ചെയ്യണമായിരുന്നോ എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും ആ ഒരു പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന സമയത്ത് ആ ഒരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ചെയ്തതിന് ശേഷം ആ ഒരു ഡിവോഴ്സും കാര്യങ്ങളും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ ഇപ്പം ദുബായിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ട്.